ഞങ്ങൾക്ക് അവകാശമില്ലാത്തതാണ്, മുനമ്പത്തുകാര് സമരം അവസാനിപ്പിക്കണം, അതായത് വഖഫിന് യാതൊരു അവകാശവും ഇല്ലാത്ത ഭൂമിയാണ്, ഞങ്ങളിതാ വിട്ടൊഴിയുന്നു എന്ന് വഖഫ് ബോർഡ് വ്യക്തമാക്കിയാൽ മതിയല്ലോ. അതുകൊണ്ട് കോടതിയിൽ അവർ പറയാമല്ലോ, കോടതിയോട് അതിനകത്ത് ആ കേസിൽ ഇംപ്ലീറ്റഡ് ആയിക്കൊണ്ട് വഖഫിന് പറയാം ഇത് ഞങ്ങളുടെ ഭൂമിയല്ല. എന്താ ശ്രീ സലിം മടവൂർ അത് പറയാത്തത്? പറയട്ടെ, വഖഫായിട്ട് ഇന്ത്യ രാജ്യത്ത് ഗസറ്റിൽ വന്നിരിക്കുന്ന ഭൂമി, അതായത് വഖഫായിട്ട് 4,90,000 ഏക്കറാണ്. അതിന് സാമാന്യ ഭൂമി വിലയായിട്ട് കണക്കാക്കിയിരിക്കുന്നത് 6,000 കോടി. ഈ ഭൂമി പറയട്ടെ, ഈ ഭൂമി എന്ന് പറയുന്നത് പുതിയ ഭൂമി ഒന്നും വഖഫായിട്ട് വന്നില്ല. അപ്പോൾ ഈ ഭൂമി എന്ന് പറയുന്നത് പള്ളി നിൽക്കുന്ന സ്ഥലങ്ങള്, പറയട്ടെ, ശ്മശാനങ്ങൾ നിൽക്കുന്ന സ്ഥലങ്ങള്, മറവ് ചെയ്യുന്ന സ്ഥലങ്ങള്, മദ്രസകളുള്ള സ്ഥലങ്ങള്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, നിങ്ങൾ പറയുന്നത് പോലെ കച്ചവട സ്ഥാപനങ്ങളൊന്നും അല്ല. ഒന്നും വിൽക്കാനോ വാങ്ങാനോ ഒന്നും സാധിക്കാത്ത ഭൂമിയാണ്. ശ്രീ സലിം മടവൂർ, കച്ചവട സ്ഥാപനങ്ങളുണ്ട്, ഷോപ്പ് മുറികളുണ്ട്, വളരെ കുറവ്, വളരെ ഉണ്ട്, വളരെ കുറവാണ്, താരതമ്യേന കുറവാണെന്നാ ഞാൻ പറഞ്ഞത്. താരതമ്യേന കുറവാണെന്നാ പറഞ്ഞത്. ഇരട്ടത്താപ്പ് ശരിയല്ല ശ്രീ സലിം മടവൂർ, വ്യക്തതയോടെ പറയൂ. ഞാൻ ഇരട്ടത്താപ്പ് പറയാ, 90% ഭൂമി, ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാം, 90% ഭൂമിയും ശ്മശാനങ്ങളും പള്ളികൾ നിൽക്കുന്ന സ്ഥലങ്ങള്, മദ്രസകൾ നിൽക്കുന്ന സ്ഥലങ്ങള്, മറ്റ് കോളേജ്, സ്കൂള്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നിൽക്കുന്ന സ്ഥലങ്ങളാണ് ഇതിൽ ഭൂരിഭാഗം എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ കെട്ടിടമല്ലാതെ ഞാൻ പറഞ്ഞിട്ടില്ല. എസ്റ്റേറ്റ് അപൂർവമായി. എന്റെ കയ്യിലുള്ള ഡീറ്റെയിൽസ് ആയിട്ട് ഒന്ന് താരതമ്യം ചെയ്ത് നോക്കാം. എവിടുന്നാണ്, എന്താണ് ഡാറ്റ? കേന്ദ്ര സർക്കാരിന്റെ, അതായത് JPC മുമ്പാകെ, ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയുടെ മുമ്പാകെ ഈ വഖഫ് എന്തുകൊണ്ട് നിങ്ങൾ എതിർക്കുന്നു? അതിനകത്ത് അപാകത എന്താണ്? വിത്ത് റിട്രോസ്പെക്റ്റീവ് പരാമർശം മാത്രമാണോ? നിങ്ങൾക്ക് വേദനിക്കുന്നത് അവിടെ മാത്രമാണോ? അതാണെങ്കിൽ അത് എന്താണ് കുഴപ്പം? എല്ലാ രേഖകളും അടക്കം കൊണ്ടുവന്ന വഖഫ് അല്ല എന്ന് പറയുമ്പോൾ അത് വിത്ത് റിട്രോസ്പെക്റ്റീവ് എഫക്റ്റിലേക്ക് പോയാലുള്ള അപകടം എന്താണ് ശ്രീ? പറയൂ. 2-3 അല്ല, ഞങ്ങൾ 2-3 കാര്യം. ഒരാളുടെ നേരത്തെ ഞാൻ നേരത്തെ പറഞ്ഞു, ഒരാളുടെ ഭൂമി എന്ത് ചെയ്യണം എന്നുള്ളത് അയാളുടെ മൗലികാവകാശമാണ്. ഇവിടെ പറയുന്ന 5 വർഷം മുസ്ലിമായി ജീവിച്ചാൽ മാത്രമേ ഭൂമി വഖഫ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇതര മതസ്ഥർക്ക് മതസൗഹാർദ്ദത്തിന്റെ പേരിൽ ഒരു തൊണ്ട് ഭൂമി പോലും മുസ്ലിങ്ങൾക്ക് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മതാടിസ്ഥാനത്തിലുള്ള നിയമമാണ്. അതിനെ എതിർക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ മൗലികാവകാശങ്ങളുടെ ലംഘനമാണ് പുതിയ നിയമം. ഈ നിയമത്തിനകത്ത് ഭൂരിഭാഗം മുസ്ലിങ്ങളല്ലാത്തൊരു വഖഫ് ബോർഡ് വരാൻ രൂപത്തിലാണ് ഈ നിയമം ഉണ്ടാക്കി. അത് ഒരു മതത്തിനെ ഭൂരിപക്ഷ മതത്തിനെ കൊണ്ട്, അല്ലെങ്കിൽ ബിജെപിയെ കൊണ്ട് അല്ല പറയട്ടെ ശ്രീ രാജശേഖരൻ, നിങ്ങൾ നിയമം വായിക്കാത്തത് കൊണ്ടാണ്. ആ നിയമത്തിൽ 3 മുസ്ലിം സ്കോളർ, മുസ്ലിം പണ്ഡിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് 3 ആളുകൾ പറയുന്നത്. അനുയോജ്യമായ ആളെ കിട്ടുന്നില്ലെങ്കിൽ മറ്റു മതക്കാരെ ഉൾപ്പെടുത്താമെന്ന് പറഞ്ഞു. നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. മറ്റു മതക്കാരെ ഉൾപ്പെടുത്താമെന്ന് പറയുന്നു. MP-മാരും MLA-മാരും, മുസ്ലിം MLA-മാരും MP-മാരും നേരത്തെ ഉള്ള നിയമത്തിൽ ഇപ്പൊ ഏത് മതം എന്ന് പറയുന്നില്ല. സ്വാഭാവികമായും BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ ഇല്ലാത്ത ഒരു ബോർഡ് ഉണ്ടാക്കാൻ എളുപ്പമാണ്. അങ്ങനെ ചെയ്യാൻ അങ്ങനെയാണെങ്കിൽ എല്ലാ മതങ്ങൾക്കും ഇതുപോലെ മതേതര ബോർഡ് വരണ്ടേ? അപ്പൊ ഒരു മതത്തിനെ, ഞാനൊരു മതത്തിന്റെ വക്താവായിട്ട് എന്നെ കാണരുത്. ഞാൻ നിങ്ങളുടെ തെറ്റിനെ മാത്രം ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ്. ആരും അത് ചിത്രീകരിക്കുകയും പാടില്ല. ഞാൻ എന്റെ കാര്യമാണ് പറയുന്നത്. ശരി, അങ്ങനെ ചെയ്യാൻ പാടില്ല. യഥാർത്ഥ ഒരു വർഗീയ മുസ്ലിമിന്റെ മുഖം അങ്ങയിൽ കാണുന്നുണ്ട് ശ്രീ സലിം മടവൂർ. അങ്ങനെ പറയരുത്. നിങ്ങൾ ഒരാളെ അതൊരു കാര്യമാണ്. നിങ്ങൾക്ക് സംഘിച്ചാപ്പ അടിക്കണമെങ്കിൽ തിരിച്ചു കിട്ടുമ്പോഴും വാങ്ങിക്കണം. അത് ഇരട്ടത്താപ്പ് അതിന് പാടില്ല. നിങ്ങൾ സംഘിച്ചാപ്പ അടിക്കുന്നുണ്ടെങ്കിൽ തിരിച്ചു കിട്ടുമ്പോഴും വാങ്ങിച്ചു വെക്കാം. അതിൽ കൂടുതലൊന്നുമില്ല. ഞാൻ ചോദിച്ച ചോദ്യമാണ് ബോധ്യമാവുന്നത്. ഞാൻ ചോദിച്ച ചോദ്യത്തിന് നിങ്ങൾക്ക് ഒരു മിനിറ്റ് രാജശേഖരൻ അദ്ദേഹം ഒരു വിശ്വാസിയാണെന്നാണ് ഞാൻ കരുതുന്നത്. കുറെയൊക്കെ തൊട്ടിട്ടുണ്ട്. മണ്ഡലകാലത്തെങ്കിലും കുറച്ച് മനസ്സ് നന്നായി ഈ മുസ്ലിം വിദ്വേഷം അദ്ദേഹം അവസാനിപ്പിക്കണം. ഭൂതനാഥ സദാനന്ദ സർവഭൂത ദയാപര എന്ന് വിളിച്ച് ശാസ്താവിനെ വിളിച്ച് നമുക്ക് തെറ്റിനെ അംഗീകരിക്കാൻ പറ്റില്ലല്ലോ. സത്യമായ കാര്യത്തെ അംഗീകരിക്കാൻ പറ്റുള്ളൂ. സത്യമായ കാര്യത്തെ നമുക്ക് അംഗീകരിക്കാൻ പറ്റുള്ളൂ.
വെറുപ്പ് അല്ല, മണ്ഡല മഹോത്സവ കാലത്ത് സത്യം പറയാൻ പാടില്ലെന്നാണോ അനൂപേ? മണ്ഡല മഹോത്സവ കാലത്ത് സത്യം പറയാൻ പാടില്ലെന്നാണോ? അവധി കൊടുക്കണമെന്നാണോ? മണ്ഡലകാലത്ത് സത്യം പറയാൻ പാടില്ല എന്ന് പറയാൻ പറ്റൂ. നിങ്ങൾ ഒറ്റ ചോദ്യം അനൂപിനോട് ചോദിക്കണം. അനൂപെ, കോൺഗ്രസ് മാത്രമാണല്ലോ ഈ വഖഫ് ഭേദഗതി കൊണ്ടുവന്നിട്ടുള്ളത്. അത് മുഴുവൻ മുസ്ലിം സമൂഹത്തെ മാത്രം പരിരക്ഷിക്കാൻ വേണ്ടിയായിരുന്നില്ലേ? ഞങ്ങൾക്ക് ന്യൂനപക്ഷങ്ങളോട് ഭരണഘടനാപരമായ അവകാശം നിഷേധിക്കാൻ പറ്റുമോ? സർവധർമ്മ സമഭാവന എന്ന് പറയുമ്പോ മുസ്ലിമിനെ മാത്രം പാർട്ടിയാണ് ഞങ്ങള്. ക്രിസ്ത്യാനികൾ ന്യൂനപക്ഷല്ലേ? അല്ല, ക്രിസ്ത്യാനികൾ സ്നേഹമില്ലല്ലോ. മുനമ്പത്തെ ക്രിസ്ത്യാനികളോട് സ്നേഹമില്ലാത്തത് ന്യൂനപക്ഷം എന്ന് പറയുന്നത് തെറ്റാണ്. അവിടെ ക്രിസ്ത്യാനികളെ നിങ്ങൾ കണക്കിലെടുക്കുന്നില്ല, മതമില്ലാതെ ഇപ്പൊ നമ്മളെ പോലുള്ള എക്സ് മുസ്ലിങ്ങളെ നിങ്ങൾ കണക്കിലെടുക്കുന്നില്ല. ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവ് അദ്ദേഹം പറഞ്ഞ നിലപാടുള്ള ക്രിസ്ത്യാനികളെ നിങ്ങളെങ്ങനെ വർക്ക് ചെയ്യുന്ന ആളുകളെ ചേരിതിരിക്കുന്ന തരത്തിലേക്ക് നിങ്ങൾ അങ്ങനെ പോവല്ലേ? അനൂപേ ന്യൂനപക്ഷ സ്നേഹം മുനമ്പത്തുകാരോട് ആവാൻ കേട്ടോ. അവിടെ പാവപ്പെട്ട മുസ്ലിം പ്രീണനം തന്നെയാണ് അനൂപേ. പ്രവൃത്തികൾ പരിശോധിച്ചാൽ ഇസ്ലാമിക പ്രീണനം പച്ചയായ വർഗീയതയാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഒരു നിമിഷം ആരിഫ് ഹുസൈൻ, പെട്ടെന്ന് പറയാം, സമയമായി, അതിക്രമിച്ചിരിക്കുന്നു. ഇതിൽ ഇത്രേ പറയാനുള്ളൂ. ഇത് ഭരണഘടന വിരുദ്ധമാണോ? ഭരണഘടന വിരുദ്ധമാണ്. എന്തെല്ലാം കാരണങ്ങൾ കൊണ്ട്? തുടക്കത്തിൽ പറഞ്ഞ പല കാരണങ്ങൾ, അമിതാധികാരങ്ങൾ, അതിനകത്ത് ഡിസ്ക്രിമിനേഷൻ, ഇതുപോലുള്ള കാരണങ്ങൾ കൊണ്ട് അത് ഭരണഘടനാ വിരുദ്ധം തന്നെയാണ്. ഇനി ഇതിൽ അതിനേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം നമ്മൾ വീണ്ടും പറയുന്നു, ഇതിനകത്ത് ഈ ന്യൂനപക്ഷ പ്രീണനം എന്നും പറഞ്ഞുകൊണ്ട് ന്യൂനപക്ഷ പ്രീണനം അല്ല അവിടെ നടത്തിയിട്ടുള്ളത്, ഇസ്ലാം മത പ്രീണനം തന്നെയാണ്. അത് ഒരു സോഫ്റ്റ് ബിഗോട്ടറി തന്നെയാണ് അവിടെ കൊണ്ടുവച്ചിരിക്കുന്നത്. അത് ഇനിയെങ്കിലും അവസാനിപ്പിക്കണം. കോൺഗ്രസ് ആണ് ഇത്രയും നാൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പൊ സലീം അടൂരിനെ പോലെയുള്ള ആളുകൾ പോലും ഇവിടെ ഇരുന്നിട്ട് പറയുന്നത്, അവിടെ ഇരുന്നിട്ട് പറയുന്ന കാര്യങ്ങൾ എന്താണ് പറയുന്നത്? ഈ നിയമത്തിൽ പറയുന്ന പച്ചയ്ക്ക് എഴുതി വെച്ചിരിക്കുന്ന കാര്യം പോലും പുള്ളിക്ക് തുറന്നു പറയാൻ സാധിക്കുന്നില്ല. അവിടെ എന്ത് അടിസ്ഥാനത്തിലാണ് അവരുടെ മുനമ്പത്തുകാരെ അവിടെ കുടിയേറ്റക്കാരെന്ന് വിളിച്ചതെന്ന് പറയാൻ, അങ്ങനെ വിളിച്ചിട്ടേ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹം ഇവിടുന്ന് തടി തപ്പുന്നത്. അനുവദിക്കാൻ പാടില്ല. വളരെ തെറ്റായിട്ടുള്ള പ്രവണതയാണ്. രാഷ്ട്രീയക്കാർ ഇത്തരത്തിൽ കാവടി Yes.